മുത്തശ്ശ മുത്തശ്ശ, ഇന്ന് കണ്ണന്റെ ഏത് കഥയാ പറയണേ? ഇന്ന് നമ്മളെ കണ്ണൻ്റെ പുതിയ കളികളാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. കണ്ണൻ മുട്ടുകുത്തി കളിച്ചതാണ് നമ്മൾ ഇന്നലെ കേട്ടത്. ഇന്ന് കണ്ണനും ഏട്ടനും കൂടി മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങിയ കഥകൾ, അപ്പം ചെയ്ത കളികളൊക്കെയാണ് നമ്മൾ ഇന്ന് കേൾക്കണത്. അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം. അപ്പോൾ അത് ചൊല്ലും, അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം. വക്രതുണ്ടമഹാകായം കോടിസൂര്യസമപ്രഭം സമപ്രഭം നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖിലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. അപ്പം ഇതുപോലെ എല്ലാവരും അങ്ങനെ നമ്മൾ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി ഇന്ന് കണ്ണൻ നടന്നു തുടങ്ങിയ കഥകൾ പറയാമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത് നോക്കാം. ഇപ്പോൾ കണ്ണൻ 1 വയസ്സൊക്കെ കഴിഞ്ഞു. 2 വയസ്സ് വരെ തൻ്റെ വീട്ടിൽ തന്നെ, നന്ദഗോപരുടെ വീട്ടിൽ തന്നെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കുറേശ്ശെ നടക്കണു. ഇങ്ങനെ കുറേശ്ശെ നടന്ന് അങ്ങനെയാണ് അല്ലേ? കുട്ടികളൊക്കെ നടക്കും, ഇടയ്ക്കൊന്ന് വീഴും. അപ്പോൾ അപ്പു വീണു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. അപ്പോഴേക്കും യശോദമ്മ വന്നിട്ട് പറയും, വീണിട്ടൊന്നുമില്ല എന്നും പറഞ്ഞ് ആരാപ്പൂനെ തട്ടിയിട്ടേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ വീണ്ടും എണീപ്പിക്കും, വീണ്ടും ഓടി തണക്കും. അങ്ങനെ നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഏട്ടനും അനിയനും കൂടി, ബലരാമനും ശ്രീകൃഷ്ണനും 2 പേരും തൻ്റെ കൂട്ടുകാരോടുകൂടി മറ്റ് വീടുകളിലേക്കൊക്കെ പോവാൻ തുടങ്ങിയെന്നാണ്. ഓരോ വീട്ടിലും ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിച്ചിട്ട് തിരിച്ചു പോരും. അങ്ങനെ ഗോപികമാർ
ഓരോ ദിവസവും തങ്ങളുടെ ആ വീട്ടിലേക്ക് കണ്ണൻ വരുന്നതും കണ്ണൻ ഓരോ തരത്തിലുള്ള കളികൾ കുറുമ്പുകൾ കാണിക്കണതും ഒക്കെ യശോദാമ്മയുടെ അടുത്ത് വന്ന് പറയാനായിട്ട് തുടങ്ങി. ഒരു ദിവസം ഒരു ഗോപിക വന്നിട്ട് പറയുകയാണ്, യശോദേ യശോദേ, നീയ് നിൻ്റെ മകനെ എന്താ വിളിക്കാറ്? യശോദ പറഞ്ഞു, കണ്ണൻ എന്ന് വിളിക്കും, കൃഷ്ണൻ എന്ന് വിളിക്കും, അപ്പു എന്ന് വിളിക്കും, കുട്ടാന്ന് വിളിക്കും, അങ്ങനെ പലതും വിളിക്കും. ആ, നിൻ്റെ മകനെ കണ്ണൻ എന്നല്ല വിളിക്കേണ്ടത്, പിന്നെന്താ വിളിക്കേണ്ടത്? കള്ളൻ എന്ന് വിളിക്കണം എന്നാണ്. അപ്പോൾ യശോദാമ്മയ്ക്ക് അത്ഭുതമായി. അപ്പോൾ ആ യശോദാമ്മയുടെ അടുത്ത് ആ ഗോപിക പറഞ്ഞു, ഇവിടെ എൻ്റെ വീട്ടിലെ തൊഴുത്തിൽ ഒരു ദിവസം പശുക്കളെ കറക്കാൻ വേണ്ടി ഞാൻ പോയി. അങ്ങനെ തൊഴുത്തിലേക്ക് ചെന്നപ്പോൾ പശുക്കളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, പശുക്കുട്ടികളും അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പശുക്കുട്ടികളൊക്കെ ഞാൻ മാറ്റി കെട്ടിയതായിരുന്നു. കാരണം എന്താ, പശുക്കുട്ടികളൊക്കെ പാല് കുടിക്കില്ലേ, അപ്പോൾ പിന്നെ നമുക്ക് പാല് കിട്ടില്ല. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ പശുക്കുട്ടികളുടെ മുഴുവൻ കയറ് അഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ പശുക്കളുടെ പാല് മുഴുവൻ ഈ പശുക്കുട്ടികൾ മുഴുവൻ കുടിച്ച് തീർന്നേക്കണു. ഒരു തുള്ളി പാല് പോലും കിട്ടാനില്ല. എനിക്ക് വല്ലാണ്ട് സങ്കടം വന്നു. അങ്ങനെ എങ്ങനെയായി ഈ പശുക്കുട്ടികളൊക്കെ അഴിഞ്ഞു വന്നത് എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ദാ ഒരാൾ അവിടെ നിന്നിങ്ങനെ ചിരിക്കണു. ഒരു കുസൃതി കുട്ടൻ, നിൻ്റെ മകൻ, നീ കണ്ണൻ എന്ന് വിളിക്കുന്ന ഏറ്റവും വലിയ കള്ളൻ. ആ കള്ളൻ എന്താ ചെയ്യണത്? അങ്ങനെ വേണം എന്ന് പറഞ്ഞ് കൈകൊട്ടി ചിരിക്കണു ഈ കൃഷ്ണൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി, നിൻ്റെ മകൻ തന്നെയാണ് ഈ പശുക്കുട്ടികളെ മുഴുവൻ കയറഴിച്ചു വിട്ടത് എന്ന്. അപ്പോൾ യശോദാമ്മ കൃഷ്ണനെ വിളിക്കും, കൃഷ്ണ, എന്തിനായി പശുക്കുട്ടികളുടെ കയറഴിച്ചു വിട്ടത്? അപ്പോൾ കൃഷ്ണൻ പറയും, അമ്മയുടെ പാല് ഞാനല്ലേ കുടിക്കണത്, അതേപോലെ പശുക്കളുടെ പാല് ആ പശുക്കുട്ടികൾ തന്നെയല്ലേ കുടിക്കേണ്ടത്. അവർക്ക് കൊടുക്കാണ്ട് നമ്മൾ പാലെടുക്കാൻ പാടില്ല, അത് വലിയ പാപാണ്. അവർ പാവങ്ങളല്ലേ ആ പശുക്കുട്ടികളെ, അവർക്കും പാല് കുടിക്കണ്ടേ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ യശോദാമ്മയ്ക്കും അതേപോലെ തന്നെ ആ ഗോപികയ്ക്കൊന്നും മറുപടിയില്ലാതെയായി. അതേപോലെ തന്നെ അപ്പോൾ വേറൊരു ഗോപിക വന്നിട്ട് പറയുക, സത്യത്തിൽ യശോദേ, നിൻ്റെ മകൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ കൃഷ്ണൻ വരുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ മകനും ഉണ്ടാവും, മറ്റു കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ കൂടി വരുമ്പോൾ ഞാൻ കൃഷ്ണനോട് ചോദിക്കും, കൃഷ്ണന് പാല് വേണോ, വെണ്ണ വേണോ, തൈര് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയും, ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്കിതൊക്കെ എൻ്റെ അമ്മ യശോദാമ്മ തരൂലോ, അല്ലെങ്കിൽ രോഹിണി അമ്മ തരൂലോ, എൻ്റെ വീട്ടിൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ കൃഷ്ണൻ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ വെറുതെ കളിക്കാൻ വന്നതാ എന്ന് പറയും. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് കൊടുത്താൽ വാങ്ങില്ല, പക്ഷേ കണ്ണ് തെറ്റിയാൽ എന്തു ചെയ്യും? ആ സൂക്ഷിച്ചു വെച്ചേക്കണ പാലും വെണ്ണയും തൈരും ഒക്കെ എടുത്ത് കഴിക്കും. എന്നാൽ അതും പോട്ടെ, കൃഷ്ണൻ കഴിക്കുകയല്ലേ, സാരമില്ല. പക്ഷേ അതിൽ നിന്നെടുത്ത് ഒപ്പത്തിലുള്ള പൂച്ചകൾക്കും കുരങ്ങന്മാർക്കും ഒക്കെ കൊടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു, ഈ കൃഷ്ണനെ കാണിക്കാണ്ട് വയ്ക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ തൈര്, വെണ്ണ ഇതൊക്കെ സാധാരണ വയ്ക്കാറുള്ള സ്ഥലത്ത് നിന്ന് മാറ്റി വെച്ചു. ഞാൻ നോക്കുമ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു എന്നറിയോ? ഇവിടെ വന്നിട്ടുണ്ട്. കൃഷ്ണൻ മനസ്സിലായി, കൃഷ്ണൻ്റെ ഒരു പീലിയുടെ തുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഉപേക്ഷിച്ചിട്ട് പോവും. അങ്ങനെ കൃഷ്ണൻ വന്നിട്ട് ഈ പാലും വെണ്ണയും തൈരും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പാത്രങ്ങളുടെ ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഈ പാത്രം മുഴുവൻ തല്ലി തകർത്തു. അതേപോലെ വേറൊരു ഗോപിക പറയാ, എൻ്റെ വീട്ടിൽ വന്നിട്ട് പാത്രം തല്ലി തകർക്കലല്ല ഉണ്ടായത്. എൻ്റെ ചെറിയ കുട്ടി തൊട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു, അതിങ്ങനെ കിടന്നുറങ്ങി. ഞാൻ അതിനെ ഉറക്കി തൊട്ടിലാട്ടി
അങ്ങടെ അകത്തേക്ക് പോയപ്പോൾ പെട്ടെന്ന് കരച്ചിൽ കേട്ട് വന്ന് നോക്കിയപ്പോൾ ഈ കൃഷ്ണൻ തൊട്ടിൽ കിടക്കണ ആ കുട്ടിയുടെ ചന്തിമ നല്ല നുള്ളി അവിടുന്ന് ഓടിപ്പോണു. അപ്പോൾ വേറൊരു ഗോപിക പറഞ്ഞു, ഇതൊക്കെ പോട്ടെ, എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? അവിടെ ആ ഉമ്മറത്ത് തന്നെ കൃഷ്ണൻ വട്ടത്തിൽ മൂത്രമൊഴിച്ച് വെച്ചേക്കണു. അപ്പോൾ വേറൊരു ഗോപിക, എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള കഥ പറയാൻ എനിക്ക് നാണാവും സത്യത്തിൽ. എന്നാ പറയണ്ട പറഞ്ഞു യശോദ. എന്നാലും ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ആ ഗോപിക പറയുകയാണ്, എൻ്റെ വീട്ടിൽ കൃഷ്ണൻ കാണാതെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പാലും കുറച്ച് ഉണ്ണിയപ്പവും ഉണ്ടാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചു. എനിക്ക് മനസ്സിലായി കൃഷ്ണൻ വന്നിട്ടുണ്ട് എന്ന്. പക്ഷേ ഞാൻ ചെന്ന് നോക്കുമ്പോൾ കൃഷ്ണൻ അതൊന്നും എടുത്തിട്ടില്ല എന്ന് മനസ്സിലായി. പാലിൻ്റെ പാത്രത്തിൽ നിറച്ച് പാലുണ്ട്, അതേപോലെ ഉണ്ണിയപ്പങ്ങളൊക്കെ ഉണ്ട്. ഇരുട്ടത്താണ് ഞാൻ അതൊക്കെ കൊണ്ടുവച്ചത്. വെളിച്ചത്ത് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ എടുക്കും. അതുകൊണ്ട് ആ ഇരുട്ടത്ത് തന്നെ ചെന്ന് ഞാൻ പതുക്കെ ആ പാത്രത്തിൽ നല്ല ചൂടുള്ള പാലിരിക്കുകയാണ് എന്ന് വിചാരിച്ച്. അപ്പോൾ യശോദാമ്മ ചോദിച്ചു, എന്തിനാ നീ അത് വിചാരിക്കണേ? അതിൽ പാലല്ലേ? അതേ, പാലാണെന്നാണ് വിചാരിച്ച് ഞാൻ കുടിച്ചത്. 2 കവിള അങ്ങോട്ട് കുടിച്ചതോടുകൂടി പെട്ടെന്ന് 2 കവിള തന്നെ പറ്റിയില്ല. ആദ്യത്തെ ആ വായയിലേക്ക് പാലങ്ങോട്ട് ഒഴിച്ചപ്പോൾ അത് പെട്ടെന്ന് അകത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. എന്തായിരുന്നു അതിനകത്ത്? പാലല്ല, അതിനകത്ത് കൃഷ്ണൻ ഗോമൂത്രമാക്കി വെച്ചേക്കുക. പാല് മുഴുവൻ കൃഷ്ണൻ കുടിച്ചു. എന്നിട്ട് അതിനകത്ത് ഗോമൂത്രം, ഉണ്ണിയപ്പത്തിന് പകരം നല്ല ചാണകം ഉരുട്ടി വെച്ചേക്കണു. ഇങ്ങനെ എന്തൊക്കെ കുറുമ്പുകളാണ് ഈ ഉണ്ണി കാണിക്കണത് എന്നറിയോ? അപ്പോൾ വേറൊരു ഗോപിക, ഇങ്ങനെ ഗോപികമാർ വന്നിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ കേട്ടും കൊണ്ട് ഉണ്ണികൃഷ്ണൻ അപ്പുറത്ത് കയ്യും കെട്ടി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഗോപിക പറയുക, കൃഷ്ണന് കയ്യെത്താത്ത ഉയരത്തിൽ ഒരു ഉറി കെട്ടി അതിൽ പാൽക്കലവും വെണ്ണയുടെ കലവും അതേപോലെ തന്നെ തൈരിൻ്റെ കലമൊക്കെ മുകളിൽ വെച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ കൂട്ടത്തിൽ ഒരു മണിയും കെട്ടിയിട്ടു. എന്തിനാ മണി കെട്ടിയിട്ടത്? ഈ പാലിൻ്റെ കലത്തിലോ തൈരിൻ്റെ കലത്തിലോ ആരെങ്കിലും വന്ന് തൊട്ടാൽ ഉടനെ തന്നെ മണി ശബ്ദിക്കും. അപ്പം എനിക്ക് കാര്യം മനസ്സിലാവുമല്ലോ. അപ്പം ഞാൻ അതും വിചാരിച്ച് അവിടുന്ന് ഇതൊക്കെ വേണ്ട പോലെ ഒരുക്കി ഞാൻ അവിടുന്ന് മാറി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പൊന്നിൻ ചിലമ്പിൻ്റെ ശബ്ദം. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ വരുന്നുണ്ട്. കൃഷ്ണൻ കൂട്ടുകാരോടൊക്കെ പറയുന്നുണ്ട്, ആരും മിണ്ടരുത്. അങ്ങനെ വരുന്ന കൂട്ടുകാരിൽ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മകനും ഉണ്ട്. അവരെല്ലാവരും കൂടി വന്നു. മുകളിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന പാത്രം കൃഷ്ണൻ എന്തു ചെയ്തു എന്നറിയോ? യശോദേ, നീ കൃഷ്ണന് രാമായണം കഥ പറഞ്ഞു കൊടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. യശോദ പറഞ്ഞു, ഉവ്വ് ആ രാമായണ കഥയാണ് അവിടെ പറഞ്ഞത്. അവിടെ കൃഷ്ണൻ പറയുകയാണ്, നിങ്ങൾ കൂട്ടുകാരെ ഏറ്റവും തടിയുള്ള കൂട്ടുകാരൻ ഏറ്റവും താഴെ ഇരിക്കുക, അതിനേക്കാൾ തടി കുറഞ്ഞ ആൾ അയാളുടെ മുകളിൽ, അതിനേക്കാൾ തടി കുറഞ്ഞ ആൾ അതിൻ്റെ മുകളിൽ, അങ്ങനെ മുകളിലേക്ക് ഇരുന്നാൽ നമുക്ക് ഉറിയിലുള്ള പാലും വെണ്ണയും തൈരും ഒക്കെ എടുക്കാം. ഇത് കേട്ടു കുട്ടികളിങ്ങനെ മുകളിലേക്ക് ഇരുന്നു. ഈ സന്ദർഭത്തിൽ കൃഷ്ണൻ പറയുകയാണ്, രാമായണത്തിലെ ശ്രീരാമൻ എന്നുള്ള ഒരു രാജകുമാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് സീത. ആരാ ശ്രീരാമനായിട്ട് അവതരിച്ചത്? ഇതേ ഭഗവാൻ തന്നെ അല്ലേ? ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും ഒക്കെ ഭഗവാൻ തന്നെയാണ് അവതരിച്ചത്. ഇന്ന് രാമൻ എന്ന പേരിൽ ഏട്ടനായിരുന്നുവെങ്കിൽ അന്ന് ഒപ്പമുണ്ടായിരുന്നത് അനിയനായിട്ട് ലക്ഷ്മണൻ എന്ന പേരിലാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ രാമൻ ഈ സീതയെ കാണാതെ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ രാമൻ്റെ കൂട്ടുകാർ, ഈ കണ്ണൻ കഥ പറയുക, രാമൻ്റെ കൂട്ടുകാരായിട്ടുള്ള വാനരന്മാർ എന്തു ചെയ്തു? മരത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി എന്നും പറഞ്ഞ് ഈ കുട്ടികളുടെ മേത്തുക്കൂടെ ഓടിക്കേറി. ഞാനിതൊക്കെ ഒരു
ചുമരിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കുകയായിരുന്നു. കൃഷ്ണൻ എന്തൊക്കെയാ കാണിക്കണതെന്ന് അറിയാലോ. അപ്പം ഈ കള്ളകൃഷ്ണൻ എന്ത് ചെയ്തു എന്നറിയോ? ഉടുത്തിരുന്ന പട്ടുകോണ അഴിച്ചിട്ട് ആദ്യം തന്നെ ഈ മണിയുടെ നാവുമ്മേ അതിങ്ങനെ മുട്ടുമ്പോഴാണല്ലോ ശബ്ദം ഉണ്ടാവുക. അപ്പോൾ കുട്ടികളെ എന്ത് ചെയ്തു എന്നറിയോ? ഈ മണിയുടെ നാവുമ്മേ തൻ്റെ പട്ടുകോണ ഇങ്ങനെ ചുറ്റി. അപ്പോൾ അതിങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ശബ്ദം കേൾക്കില്ല. അത് കഴിഞ്ഞ് മുകളിൽ എത്തി നേരെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓടക്കൊള്ളുകൊണ്ട് ആ പാൽക്കലത്തിൻ്റെ അടിയിൽ ഒരു തട്ടങ്ങട് തട്ടി. ഉടനെ തന്നെയോ അതിലൊരു ദ്വാരം ഉണ്ടായി. അതിലൂടെ ഇങ്ങനെ പാലൊഴുകി വരണു. അത് കൃഷ്ണൻ്റെ വായിലേക്ക്, കൃഷ്ണൻ്റെ വായിൽ നിന്ന് താഴെയുള്ള കൂട്ടുകാരുടെ വായിലേക്ക്. ഇങ്ങനെ എന്തെല്ലാം കളികൾ. അപ്പോൾ ഗോപിക പറയാ, യശോദേ, ഞാൻ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നപ്പോഴേ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഓടിക്കോളേ, എൻ്റെ അമ്മ വരണു എന്നും പറഞ്ഞ് എൻ്റെ മകനാണ് ആദ്യം ഓടിപ്പോയത്. അപ്പോൾ കൃഷ്ണൻ ഞാൻ നോക്കിയപ്പോൾ ആ ഉറിയും ഇങ്ങനെ തൂങ്ങി ആടുകയാണ്. യശോദയ്ക്ക് പേടിയായി. എന്നിട്ട് കൃഷ്ണന് വല്ലതും പറ്റിയോ? കൃഷ്ണൻ എന്ത് പറ്റാൻ? ഗോപിക പറയുക. അപ്പോൾ കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ നീ എന്തിനാ അങ്ങോട്ട് വന്നത്? അപ്പോൾ കൃഷ്ണൻ പറയുക, ഞാൻ എൻ്റെ പശുക്കുട്ടിയെ കാണാണ്ടായി, അതിന് വന്നതാണ്. പശുക്കുട്ടി ഇവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഞാനിത് എൻ്റെ വീടാണെന്ന് വിചാരിച്ചാണ് വന്നത്. പശുക്കുട്ടി ഈ കുടത്തിലുണ്ടെന്ന് ആരാ പറഞ്ഞത്? കള്ളകൃഷ്ണൻ. അപ്പോൾ പറയുകയാണേ, ഈ കുന്തം പോയാലും കുടത്തിൽ തപ്പണം എന്ന് പറയണത് ഗോപിക കേട്ടിട്ടില്ലേന്ന്. ഇങ്ങനെ എന്തെല്ലാം കുറുമ്പുകൾ. ഞാൻ പിടിച്ചു കെട്ടി യശോദയെ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ കള്ളന്മാരുടെ കള്ളൻ എന്ത് ചെയ്തേക്കണു? ദേഹത്ത് മുഴുവൻ വെണ്ണ തേച്ചേക്കുകയാണ്. അപ്പം അതുകൊണ്ട് എന്തായി? പിടിച്ചാൽ നിൽക്കില്ല. കള്ളന്മാരൊക്കെ ദേഹത്തെ എണ്ണ തേക്കും, ഈ കള്ളന്മാരുടെ കള്ളൻ ദേഹത്ത് വെണ്ണ തേക്കും. അങ്ങനെ പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ രീതിയിലാണ് കണ്ണൻ്റെ കളികൾ, കണ്ണൻ്റെ കുസൃതികൾ, കണ്ണൻ്റെ വികൃതികൾ. അപ്പോൾ യശോദയുടെ അടുത്ത് നിൽക്കണ കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ ഒരു നിലയ്ക്കും ഇങ്ങനെ കുറുമ്പ് കാണിക്കുന്ന ആളാന്ന് തോന്നില്ല. പക്ഷേ ഗോപികമാരിങ്ങനെയൊക്കെ വന്ന് പലതരത്തിലുള്ള പരാതികളും ആവലാതികളും പറഞ്ഞിട്ടും യശോദാമ്മയ്ക്ക് ഉണ്ണികൃഷ്ണനോട് ദേഷ്യപ്പെടാൻ തോന്നിയില്ല. കാരണം ആ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു നിഷ്കളങ്കതയാണ്, എന്തൊരു പാവത്താണ് ആ മുഖത്തേക്ക് നോക്കിയാന്നറിയോ. അതുകൊണ്ട് യശോദാമ്മ ആ ഉണ്ണിയെ ഒന്നും തന്നെ പറഞ്ഞതേയില്ല എന്നാണ്. യശോദാമ്മയ്ക്ക് ഒന്നും പറയാൻ സാധിച്ചില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് ആ അമ്മയ്ക്ക് ആ ഉണ്ണിയെ. അങ്ങനെയുള്ള ആ ഉണ്ണിയുടെ കഥ നമുക്കിനി നാളെ മറ്റൊരു തരത്തിൽ കേൾക്കാം. അതിനുശേഷം ഓരോ ദിവസങ്ങളിലായി ഈ കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. അപ്പോൾ നിങ്ങൾക്കും ഇന്നത്തെ കഥ വലിയ ഇഷ്ടമായി എന്ന് മുത്തശ്ശൻ വിചാരിക്കുന്നു. അപ്പോൾ ദിവസവും കേൾക്കുക, കൂട്ടുകാരെയൊക്കെ കേൾപ്പിക്കുക, ഇതിലെ കഥകളൊക്കെ മനസ്സിലാക്കുക. എന്നും കണ്ണൻ്റെ കൂട്ടുകാരിയായിട്ട് ഇരിക്കുക. അപ്പോൾ എല്ലാവരോടും ശരി. നാളെ കണ്ണൻ്റെ വേറൊരു കഥയായിട്ട് മുത്തശ്ശൻ വരാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.